ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ മലേഷ്യയിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്ത്. സമീപ വർഷങ്ങളിൽ മലേഷ്യയിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാൻ കടന്നുവരുന്ന മുതിർന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായും വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഈ വർഷത്തെ ഉയർപ്പ് ഞായർ ദിനത്തിൽ 1700-ലധികം മുതിർന്നവരാണ് മാമോദീസ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുന്നത്. മലേഷ്യൻ കത്തോലിക്ക സഭയുടെ വളർച്ചയാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനു മുന്നോടിയായി നടക്കുന്ന റൈറ്റ് ഓഫ് ഇലക്ഷൻ എന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി ക്വാലാലംപൂർ അതിരൂപതയിലെ തിരുഹൃദയ ദേവാലയത്തിൽ ഏകദേശം 547 അർത്ഥികൾ കഴിഞ്ഞ ദിവസം മതബോധന അധ്യാപകരോടും ജ്ഞാനസ്നാന മാതാപിതാക്കളോടുമൊപ്പം ഒരുമിച്ച് കൂടിയിരുന്നു. കോട്ട കിനാബാലു അതിരൂപതയിലും ഇപ്രകാരം സമ്മേളനം നടത്തപ്പെട്ടു. 941 അർത്ഥികൾ ഇതിൽ പങ്കെടുത്തു. മാമോദീസ എന്നത് ജീവിതത്തിൻ്റെ സ്വീകരണമാണെന്ന് യേശുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള വിളിയാണിതെന്നും ആർച്ച് ബിഷപ്പ് ജോൺ വോങ് പറഞ്ഞു. 2023 മലേഷ്യയിൽ 1600-ലധികം പേർ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. മലേഷ്യയിലെ 23 ദശലക്ഷം ജനസംഖ്യയിൽ 60.4% മുസ്ലിങ്ങളും 9.1% ക്രിസ്ത്യാനികളുമാണ്. പെനിൻസുലാർ മലേഷ്യയിലും ബോർണിയോ ദ്വീപ് മേഖലയിലുമായി 9 രൂപതകളിലായി ഏകദേശം 11 ലക്ഷത്തിലധികം കത്തോലിക്കരാണുള്ളത്. രാജ്യത്തെ ക്രിസ്ത്യൻ ജനസംഖ്യയുടെ 2/3 ഭാഗവും താമസിക്കുന്നത് കിഴക്കൻ മലേഷ്യയിലാണ്.